ഇമാം റഹിമഹുല്ലാ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ ശർഹ് മുസ്ലിമിൽ ശർഹ് മുഹല്ലബിലുമൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു വെച്ചു ഷാഫി മദ്ഹബിന്റെ വീക്ഷണപ്രകാരം ഖബർ ഉയർത്താൻ പാടില്ല, ഉയർത്തിയാൽ പൊളിക്കണമെന്നാണ്. തെളിവ് നബി അലിയോട് പറഞ്ഞ ഈ ഹദീസാണ്. എന്ന ഹദീസ് ഖബർ ഉയർത്തിയാൽ പൊളിക്കണമെന്ന ഷാഫി മദ്ഹബിന്റെ അഭിപ്രായത്തിന് ബലം നൽകുന്നുവെന്നാണ് ഇമാം നവവി ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി വെച്ചത്. ഫതുൽ മുഈനിൽ പോലും പറഞ്ഞെന്താ നിർബന്ധമായും പൊളിക്കണം, നിർബന്ധമായും പൊളിക്കണം. പൊതു ഖബർസ്ഥാനിലാണെങ്കിൽ നിർബന്ധമായും പൊളിക്കണമെന്നാണ് ഫതുൽ മുഈൻ. ആ ഒറ്റ മസ്ലമില തേങ്ങനടുത്ത് വലിയോറ മുതലമാടി എന്ന മഹല്ല് മൊത്തം മുജാഹിദായത്. അലി അബ്ദുൽ റസാഖ് മദനിയുടെയും അഹമ്മദ് അലി മദനിയുടെയും ഒക്കെ പിതാവ് അദ്ദേഹം അവിടുത്തെ അധികാരിയായിരുന്നു. ബ്രിട്ടീഷുകാരായിരുന്നു. അദ്ദേഹം വഹാബിയ, അദ്ദേഹം അധികാരിയാണ് അവിടെ. ആ സമയത്ത് മഹല്ല് പള്ളിയിൽ ഉത്തരവാദപ്പെട്ട ആളും അദ്ദേഹം തന്നെയാണ്. അങ്ങനെ പള്ളി പുതുക്കി പണിതപ്പോ അവസാനം കുറച്ച് കല്ലിന് ഷോർട്ട് വന്നു. അന്നത്തെ പോലെ ഫോൺ വിളിച്ചാല് കല്ലിട്ടുന്ന കാലല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ, പള്ളിപ്പണി സ്റ്റെക്കായി. അപ്പൊ അവസാനം ഓടി കൂടി ചർച്ച ചെയ്തിട്ട് പണ്ട് കാര്യം ചെയ്യാ, അവിടെ ആ പള്ളിപ്പറമ്പിൽ ആ കബറിനകത്ത് കുറച്ച് കല്ലുണ്ട്, തൽക്കാലം കല്ലെടുക്കുക. ഈ കല്ല് വരുമ്പോ വേണേ നമുക്ക് അവിടെ വെക്കും ചെയ്യാം, ആറൊന്നുമില്ല, ഒരു കബറിനകത്തിന് കുറച്ച് കല്ലുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ കമ്മിറ്റി കൂടി അങ്ങനെ ആ കല്ലെടുത്തു, പള്ളിപ്പണി പൂർത്തിയാക്കി. അപ്പൊ ചില മൗലവിമാരെ ഇടപെട്ടു, മൂപ്പര് വഹാബിയാണത്, അതുകൊണ്ട് വഹാബി ജാറം പൊളിച്ചു, അത് പ്രശ്നമുണ്ടാക്കി. ആകെ ബഹളും പ്രശ്നം, നാട്ടിലൊക്കെ അതിന്റെ പേര് പ്രശ്നങ്ങളും, കേസ് കൊടുക്കുന്ന ഹൈക്കോടതി കേസ് കൊടുക്കുകയാണ്. അങ്ങനെ കേസ് കോടതിക്ക് അദ്ദേഹം അധികാരിയായതുകൊണ്ട് അദ്ദേഹം നേരിട്ട് കോടതിയിലെ വാദിക്കാൻ വേണ്ടി പോയി. അങ്ങനെ കോടതി കേസെത്തി. കോടതി ചോദിച്ചു, നിങ്ങൾ അവിടെ ഖബർ പൊളിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട് ഷാഫി മദ്ഹബ് അനുസരിച്ച് പോണ നാടാണ്. അവിടെ ഷാഫി മദ്ഹബ് പ്രകാരം പൊതു ഖബർസ്ഥാനിൽ കെട്ടി ഉയർത്തിയാൽ നിർബന്ധമായും പൊളിക്കണമെന്നാണ്, അതുകൊണ്ടാണ് പൊളിച്ചത്. അപ്പൊ പിന്നെ മൂലമക്കൊന്നും പറയാനല്ലോ, ഷാഫി മദ്ഹബ് ഞങ്ങളുടെ നാട്, അതുകൊണ്ടാണ് പൊളിച്ചത്. അപ്പൊ ചോദിച്ചു, എന്ത് പറയാനുണ്ട് കോടതി? മുസ്ലിയാക്കന്മാരെ പറഞ്ഞു, കിതാബ് അതുണ്ട്, പക്ഷേ അത് വ്യാഖ്യാനങ്ങൾ കൂടി പരിഗണിക്കണം. കോടതി വന്ന വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. അങ്ങനെ ഫതുൽ മുഈൻ വ്യാഖ്യാനമായ ഇആനത്തുൽ ത്വാലിബീൻ കൊണ്ടുവന്നിട്ട് മുസ്ലിയാക്കന്മാർ ഇതൊരു വാക്ക് പിടിച്ചു. ഇആനത്തുൽ ത്വാലിബീനിലുണ്ട്, ഇത് ഹാക്കിമിന്റെ ബാധ്യതയാണ്, ലാ അലൽ അഫ്റാദ്, വ്യക്തികൾ നടപ്പാക്കേണ്ടതല്ല, വ്യക്തികൾ ചെയ്യാൻ പാടില്ല, ഇത് ഭരണാധികാരി ചെയ്യേണ്ടതാണ്. അപ്പൊ അദ്ദേഹം അതെ, ഞാൻ അവിടുത്തെ അധികാരിയാണ്, അവിടെ ഞാൻ പൊളിച്ചാൽ ശരിയാണ്, എല്ലാവരും പൊളിക്കാൻ പാടില്ല, എനിക്ക് പൊളിക്കാം, ഒരിക്കലും പൊളിക്കാൻ പാടില്ല. കോടതി ശരിവെച്ചോ? അപ്പൊ യോഗ്യപ്പെട്ട ആൾ തന്നെ പൊളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് ശരിയാണ്, ഷാഫി മദ്ഹബ് പ്രകാരം അങ്ങനെയാണ് വേണ്ടത്. ഇത് കോടതി ശരിവെച്ചു. അപ്പഴാ നാളം വായിച്ച് പഠിച്ചത് നമ്മൾ തിന്നാൻ കൊടുത്തിട്ട് ഓതുന്ന കിതാബിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചങ്ങായിമായി ഇക്കാലം വരെ പറഞ്ഞിട്ടില്ലല്ലോ, ഒരു മൊത്തം മുജാഹിദായി. നാടും പള്ളിയും പള്ളിക്കമ്മറ്റി ഖബർസ്ഥാൻ അടക്കം കംപ്ലീറ്റ് മുജാഹിദായി മാറി. അവിടെ സുന്നില്ല. പിന്നെ അപ്പൊ ഫതുൽ മുഈനാ പഠിപ്പിച്ചത് ജാറം പൊളിക്കണം, അവിടെ മുജാഹിദുകൾ പണി പൊളിക്കണം, ഒരു സംശയമില്ല. അത് മമ്പോള പുത്തമ്പള്ള ജീവിത ഏർപ്പാട് ഏതായിക്കോട്ടെ ഒക്കെ പൊളിക്കേണ്ടതാ, അത് സംശയമില്ല. പൊളിക്കാൻ എവിടൊക്കെ ക്യാൻസർ ഉള്ളതൊക്കെ പൊളിക്കും, പൊളിക്കേണ്ടതിനാണ്, ഒരു സംശയ കാര്യത്തിലില്ല. അപ്പൊ എളുപ്പമുണ്ട്. തീവ്രവാദികൾ ജാറം പൊളിക്കലുണ്ട്, വഹാബികളും ജാറം പൊളിക്കുന്നു, അപ്പോൾ തീവ്രവാദി തന്നെ. ജാറം പൊളിച്ചൊരു തീവ്രവാദി ആകണമെങ്കിൽ ഒന്നാമത്തെ തീവ്രവാദി അല്ലാഹുവിന്റെ റസൂലാകണം. റസൂൽ മക്ക ഫതഹിന്റെ ആദ്യം ചെയ്ത പണ്ട് എന്താ അറിയോ? ജാറം പൊളിക്കാനുള്ള പറഞ്ഞത്. മക്ക ഫതഹായപ്പോ 1-ാം തീയതി അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ച കൽപ്പന എന്താ? അലി ഇബ്നു അബീ ത്വാലിബിനെ വിളിച്ചോട് പറഞ്ഞു, ഇതാ 2 ദൗത്യം നിന്നെ ഏൽപ്പിക്കുക. അതിൽപ്പെട്ട ഒന്ന്, വലാ ഖബറൻ മുസ്ലിഫ ഇല്ലാ സബൈത, ഉയർത്തപ്പെട്ട ഒറ്റ ഖബറും നിരപ്പാക്കാതെ വിടാൻ പാടില്ല. റസൂൽ നിങ്ങൾ തീവ്രവാദിയല്ലേ എന്ന് അലി ചോദിച്ചിട്ടില്ല. പോയിട്ട് പൊളിച്ച് നിരത്തിപ്പോയി. അന്ന് ബുൾഡോസർ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ പോയിട്ട് പൊളിക്കുന്നത്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ കാലശേഷം അലി ഇബ്നു അബീ ത്വാലിബ് ഖലീഫയായി. ഖലീഫയായപ്പോ അലി പറഞ്ഞു, അബുൽ ഹയ്യാജുൽ അസ്അദിയെ വിളിച്ചിട്ട്, പണ്ട് നബി എന്നെ പറഞ്ഞൊരു പണിയുണ്ട്, ആ പണിക്ക് ഞാനിപ്പോ നിന്നെ പറഞ്ഞയക്കുകയാണ്. അബുൽ ഹയ്യാജ് അസ്അദിയെ വിളിച്ചിട്ട് പറഞ്ഞു, പോണം, വലാ ഖബറൻ മുസ്ലിഫ ഇല്ലാ സബൈത, ഉയർന്നു നിൽക്കുന്ന ഖബർ എവിടെയുണ്ടോ എല്ലാം നിരപ്പാക്കി വിടണം. ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. നബി തങ്ങൾ അലിയോട് പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചു, അലി അബുൽ ഹയ്യാജിനോട് പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ചു. ഇനിയോ ഇമാം ഷാഫി പറഞ്ഞു, ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, പൊളിച്ചൊഴിവാക്കണം. അപ്പൊ അദ്ദേഹം തീവ്രവാദിയായിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞ ഖബർ കുഴിക്കുമ്പോൾ കിട്ടിയ മണ്ണെത്രയാണോ അതിനേക്കാൾ അധികം മണ്ണ് പോലും ഉപയോഗിക്കാൻ പാടില്ല. കുഴിച്ചപ്പോ കിട്ടിയ മണ്ണ്, ആ മണ്ണ് മാത്രമേ മറമാടാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ, അധിക മണ്ണ് പോലും ഉപയോഗിക്കരുത്. അദ്ദേഹം പറഞ്ഞു, മക്കയിൽ ഭരണാധികാരികൾ ഉയർത്തപ്പെട്ട ഖബറുകളെ പൊളിക്കാൻ കൽപ്പിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. വലം അറൽ ഫുഖഹാ യഈബുന ദാലിക, ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരാളും അതിനെ ആക്ഷേപിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഇമാം ഷാഫി.